ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച രാത്രികൾ, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ മണിക്കൂറുകൾ, ആരെന്നെ സഹായിക്കും അപ്പാ എന്ന് ചോദിച്ച മിനിറ്റുകൾ, എല്ലാം കൈവിട്ടു പോയോ എന്ന് ചിന്തിച്ച നിമിഷങ്ങൾ, ഒരു ഫോൺ കോൾ ഇല്ലാത്ത, ഒരു പ്രവചന ശബ്ദമില്ലാത്ത, ഒരു മെസ്സേജ് പോലും ഇല്ലാത്ത, ആരും ഒരു സപ്പോർട്ടീവ് വേർഡ് പോലും ഇല്ലാത്ത നിമിഷങ്ങൾ. മറ്റുള്ളവർ നിങ്ങളെ എൻകറേജ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റും. നിങ്ങൾ ദൈവത്തിലൊന്ന് ബലപ്പെട്ടെ. ദാവീദ് തൻ്റെ ദൈവമായ യഹോവയിൽ ബലപ്പെട്ടു. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിരുന്നു. കരടി വന്നപ്പോൾ, ഗോലിയാത്ത് വന്നപ്പോൾ, സിംഹം വന്നപ്പോൾ, ഇവിടെ ഒന്നും ദാവീദിന്റെ മസിൽ പവർ അല്ല. ഗോലിയാത്ത് പറഞ്ഞു, നീ എൻ്റെ അടുക്കൽ ഒരു നായുടെ അടുക്കൽ വരുന്നത് പോലെ വരുന്നുവോ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അവൻ നിന്ദിച്ചു. ദാവീദ് പറഞ്ഞു, എൻ്റെ കയ്യിൽ ശൗലിന്റെ പടച്ചട്ടയില്ല, കാരണം ഞാൻ ശൗലിന്റെ പടച്ചട്ടയിലല്ല ആശ്രയിച്ചത്. എൻ്റെ കയ്യിൽ ശൗലിന്റെ കുന്തമില്ല, ഞാൻ അവന്റെ കുന്തത്തിലല്ല ആശ്രയിച്ചത്. എൻ്റെ കയ്യിൽ ശൗലിന്റെ ഒന്നുമില്ല, ഞാൻ വരുന്നത് നീ നിന്ദിച്ച ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിലാ. നിങ്ങൾ കണ്ടോ, ഏലാ താഴ്വരയിൽ യുദ്ധം നടക്കുമ്പോൾ ദാവീദിന്റെ ആശ്രയം ശൗലിന്റെ പടച്ചട്ടയിലോ കുന്തത്തിലോ വേലിലോ വാളിലോ ഒന്നും അല്ലായിരുന്നു, തൻ്റെ ദൈവത്തിലായിരുന്നു. എല്ലാ മേഖലയിലും സിംഹം വന്നപ്പോൾ, കരടി വന്നപ്പോൾ, ഗോലിയാത്ത് വന്നപ്പോൾ, തൻ്റെ മകൻ തനിക്കെതിരായപ്പോൾ, സിക്ലാഹിൽ തീ കത്തിച്ചപ്പോൾ, ഭാര്യമാരെ പിടിച്ചോണ്ട് പോയപ്പോൾ, കൂടെ നിൽക്കുന്നവരെതിരായപ്പോൾ, എല്ലാ മേഖലയിലും എനിക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൽ ആശ്രയിച്ച ദാവീദ്. അതുകൊണ്ടാ 27-ാം സങ്കീർത്തനം ദാവീദ് പറഞ്ഞത്, യഹോവാ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവാ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. റീസൺ, ഞാൻ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കും.